നമസ്കാരം. തോമസ് ചാഴിക്കാടൻ ഭരണകക്ഷിയുടെ ഒരു എം പി ആണ്. എന്നിട്ട് മുഖ്യമന്ത്രി പാലയിലെ വേദിയിൽ നിർത്തിപ്പൊരിച്ചത് ആള് മാറിപ്പോയിട്ടാണോ എന്നായിരുന്നു കേരള കോൺഗ്രസുകാരുടെ തുടക്കത്തിലെ സംശയം. എന്നാൽ മുഖ്യമന്ത്രി വേണമെന്ന് കരുതി പറഞ്ഞത് തന്നെയെന്ന് വ്യക്തമായപ്പോൾ പാലയുടെ ഹൃദയം തേങ്ങിയോ? എന്തിനീ താറ്റിലെന്ന് ചോദിച്ച്. എന്തായാലും അത് കേരള കോൺഗ്രസുകാർക്ക് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടായ വലിയ അസംതൃപ്തി കൊണ്ട് ഇതുവരെ തെറി പറയാത്തവരൊക്കെ ജോസ് കെ മാണിയെ അതൊക്കെ പറഞ്ഞു തുടങ്ങി. ജോസ് കെ മാണി പ്രവർത്തകരുടെ ആത്മവിശ്വാസവും അഭിമാനവും സംരക്ഷിക്കുന്നില്ല എന്ന് തുറന്നടിച്ച് രംഗത്തെത്തിയത് മുതിർന്ന പാർട്ടിക്കാർ തന്നെയാണ്. കെ എം മാണി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല എന്നും പറഞ്ഞു വെച്ചവരുണ്ട്, ഇപ്പോഴും പറയുന്നവരുണ്ട്. അപമാനിതരായി ഇടതുമുന്നണിയിൽ തുടരുന്ന എന്തിന് എന്ന് ഒടുവിൽ ഭൂരിപക്ഷ നേതാക്കളും പ്രവർത്തകരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് എന്തേ ജോസ് കെ മാണി ഒന്നും മിണ്ടാതെ? ഊറിച്ചിരിക്കുകയാകും ജോസ് കെ മാണി ഇപ്പോൾ. തനിക്ക് അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ അസുലഭ ചാൻസ് ഓർത്തിട്ട്. ജോസ്മോന്റെ മനസ്സിലിപ്പോഴും രാജ്യസഭയിലെ ആ വിശാലമായ ഹാളും തന്റെ ഇരിപ്പിടവും മൈക്കും ഒക്കെ തന്നെയാണ്. എന്നിട്ടെന്തേ ജോസ് കെ മാണി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ഊറിച്ചിരിക്കുകയാകും ജോസ് കെ മാണി ഇപ്പോൾ. തനിക്ക് അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ അസുലഭമായ ഈ ചാൻസ് ഓർത്തിട്ട്. ജോസ് കെ മാണിയുടെ മനസ്സ് നിറയെ ഇപ്പോഴും ഡൽഹിയിലെ രാജ്യസഭയിലെ ആ വിശാലമായ ഹാളും തന്റെ ഇരിപ്പിടവും മൈക്കും ഒക്കെ തന്നെയാണ്. കാലാവധി കഴിയുമ്പോൾ അവിടെ നിന്നും തിരികെ ഇറങ്ങണം. എന്നാൽ കേട്ടോളൂ, ജോസ് കെ മാണി തിരികെ ഇറങ്ങില്ല. അതെ, നവകേരള സദസ്സിൽ ചാഴിക്കാടന് അപമാനം ഉണ്ടായതിന്റെ പേരിൽ വിലപേശി നേട്ടമുണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നു ഇപ്പോൾ ജോസ് കെ മാണി. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞ് ചങ്ക് തകർത്തതിന് പകരമായി ജോസ് കെ മാണി ലക്ഷ്യമിടുന്നത് രാജ്യസഭയിൽ ഒരു തുടരവസരം. ഇത് മുതലെടുത്ത് നന്നായി ഒന്ന് വിലപേശാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും പാലയിൽ ഇപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണ് പാലാ നഗരസഭയിലെ CPM പാർലമെന്ററി പാർട്ടി ലീഡറായ ബിനു പുളിക്കക്കണ്ടവും മറ്റ് പാർട്ടി നേതാക്കളും. കാരണം അവർ തയ്യാറാക്കി വെച്ച വില്ലെടുത്ത് എഴുതു തന്നെയാണ് മുഖ്യമന്ത്രി. പാലയിലെ നേതാക്കളെ സംബന്ധിച്ച് ഇത് ഇരട്ട പ്രഹരമാണ്. നഗരസഭയിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസും CPM ഇപ്പോഴും അപ്പോഴുമൊക്കെ വിരുദ്ധ ചേരികളിലാണ്. കേരള കോൺഗ്രസിന് അവർ ആഗ്രഹിക്കുന്ന പ്രാമുഖ്യം CPM നൽകുന്നില്ല എന്നാണ് പരാതി. പാലാ നഗരസഭയിൽ CPM ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് നടത്തുന്നതെന്ന് CPM പറയുന്നു. CPM പാർലമെന്ററി പാർട്ടി ലീഡർ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പലവട്ടം പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ടും CPM പ്രതിനിധിയായ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് പാർട്ടിക്കുള്ളിൽ നീക്കങ്ങൾ നടത്തിയിട്ടും CPM പിന്തുണ ബിനുവിന് തന്നെയാണ്. മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ മേൽ ജോസ് കെ മാണിക്ക് വലിയ സ്വാധീനവും സമ്മർദ്ദ ശക്തിയും ഉണ്ട് എന്നുള്ള കേരള കോൺഗ്രസിന്റെ വാദം പൊളിയുകയും ചെയ്തു. ബിനുവിന്റെ ടീം അത് നന്നായി പൊളിച്ചു കൊടുത്തു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് പാലയിൽ വന്ന് ജോസ് കെ മാണിയോട് ചർച്ച നടത്തിയതിന്റെ കാതൽ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനെ ഒഴിവാക്കി ഇത്തവണ ജോസ് കെ മാണി കോട്ടയത്ത് മത്സരിക്കണമെന്ന ഒരു സൂചന നൽകാൻ കൂടിയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ജോസ് കെ മാണിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നിലവിലെ കടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ ജോസ് കെ മാണിക്ക് ഒട്ടും താല്പര്യമില്ല. ചാഴിക്കാടൻ കോട്ടയത്ത് തന്നെ വീണ്ടും നിന്നോട്ടെ, പറ്റുമെങ്കിൽ ജയിച്ചോട്ടെ, തോറ്റാൽ പഴി ഇടതുമുന്നണിക്ക് ഇരിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് ഇരിക്കട്ടെ എന്നാണ് ജോസ് കെ മാണിയുടെ ആ നിലപാട്. അതുകൊണ്ട് തന്നെ ചാഴിക്കാടനെ ഇനി ഒരിക്കലും മാറ്റാനാകില്ല എന്ന നിലപാട് കൈക്കൊണ്ടുകൊണ്ട് ജൂണിൽ അവസാനിക്കുന്ന തന്റെ രാജ്യസഭാ ടൈമിന് ഒരു തുടരവസരം നേടിയെടുക്കാനാണ് ജോസ് കെ മാണി ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. പാല അടക്കം പറയുന്നു. മുഖ്യമന്ത്രിയുടെ ആ നിർത്തിപ്പൊരിക്കലിൽ പ്രവർത്തക വികാരം ഇത്ര കണ്ട് ഇളകി മറിഞ്ഞിട്ടും അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രസ്താവന പോലും ഇതുവരെ ജോസ് കെ മാണി ഇറക്കാത്തതും. രാജ്യസഭയിലെ തുടർ കസേര സ്വപ്നം കാണുന്ന ജോസ് കെ മാണിക്ക് ഇതൊന്നും ഒട്ടും പുത്തരിയുമല്ല. കാരണം ഇതൊക്കെ ഒട്ടേറെ കണ്ടതാണ് ജോസ് കെ മാണി. എന്തായാലും ഇത്തവണ ഈ പ്രശ്നത്തിന്റെ പേരിൽ മുന്നണി തനിക്ക് വഴങ്ങിത്തരുമെന്ന് തന്നെയാണ് ജോസ് കെ മാണിയുടെ പ്രതീക്ഷയും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.